എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ കുറേ ആയി എന്നോട് കുറേ പേര് ചോദിക്കുന്നു മുട്ട ചേർക്കാത്ത കേക്ക് ഉണ്ടാക്കണം, അതുപോലെ ഓയിൽ ഇല്ലാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ റെസിപ്പി ചെയ്യുന്നത്. അതായത് ഇതിൽ ഞാൻ മുട്ടയൊന്നും ചേർക്കുന്നില്ല, അതുപോലെ ഓയിലും ചേർത്തിട്ടില്ല. അപ്പോൾ ഓയിലില്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേക്ക് ഉണ്ടാക്കി നോക്കുന്നത്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലതായിട്ട് തന്നെ കിട്ടി. അപ്പോൾ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. ഈ ഒരു കൊറോണ വൈറസിൻ്റെ പ്രോബ്ലം കാരണം എല്ലാവരും ടെൻഷനിലായിരിക്കും എന്നറിയാം. വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും. ഇവിടെയും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, വല്ലാത്ത ടെൻഷനാണ്. പിന്നെ വീട്ടിലിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് അവരെപ്പോഴും വിശക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ട. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് അധികം കഴിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അവർക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് ഇങ്ങനൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു കേക്കൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള മൂഡൊന്നും ആവില്ല എന്ന് എനിക്കറിയാം. എന്നാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫ്രീ ആകുമ്പോൾ മൈൻഡൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറിയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള ടൈമല്ലേ, എപ്പോഴും അവർക്ക് ഒരേ ഫുഡ് തന്നെ കൊടുത്താൽ അവർ തീരെ സമ്മതിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുക്കുകയാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ തടവുന്നത്. എന്തെങ്കിലും ഒന്ന് തടവാതിരുന്നാൽ ഇത് വിട്ടു പോരില്ലല്ലോ. അപ്പോൾ ഇത് എൻ്റെ പാത്രം ഒരു നോൺ സ്റ്റിക്കിൻ്റെയാണ്. നിങ്ങൾക്കിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ വേണമെന്നൊന്നുമില്ല, സാധാരണ ഒരു സ്റ്റീലിൻ്റെ പാത്രമായാലും മതി. അതിൽ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുത്തിട്ട് താഴെ ഒരു ബട്ടർ പേപ്പറും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സാധാരണ ഒരു വെള്ള പേപ്പറിൽ നന്നായിട്ട് ഓയിലാക്കിയാൽ നമുക്കതിനെ ബട്ടർ പേപ്പറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനാസ് വേൾഡിൽ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു ബട്ടർ പേപ്പർ ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് പെട്ടെന്ന് വിട്ടു പോരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആയാലും എടുക്കാം. നല്ലൊരു ബ്രാൻഡിൻ്റെ ഗോതമ്പ് പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയാകുമ്പോൾ അതിലേക്ക് ഞാൻ എടുക്കുന്നത് ഒരു 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. രണ്ടും ഇട്ടാലേ നമുക്ക് കറക്റ്റായിട്ട് കേക്ക് വരുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ നമ്മൾ മുട്ടയും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്, ഇതും കൂടെ ചേർത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വല്ലാത്ത അരിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനും പിന്നെ നന്നായിട്ടൊന്ന് മിക്സായി വരാനും അങ്ങനെ ചെയ്യുമ്പോൾ പറ്റും. ഇതപ്പോൾ ഒന്ന് നന്നായിട്ട് 2 തവണ അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. ഇനി ഇതുപോലൊരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് എടുക്കാം. വല്ലാണ്ട് പുളിയുള്ളതല്ല, ഒരു മീഡിയം ലെവലിൽ പുളിയിലുള്ള തൈര് മതി. എന്നിട്ട് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ തൈര് ഇങ്ങനെ കട്ട കളഞ്ഞെടുക്കുക. വിസ്ക് ഇല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടായാലും ചെയ്താൽ മതി, ഒട്ടും കട്ട പാടില്ല. നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ 1 കപ്പിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും പൊടിയാവുമ്പോൾ. നമ്മൾ എടുക്കുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാര പൊടിക്കുമ്പോൾ പിന്നെ പൊടിച്ച ശേഷം അളവെടുക്കുമ്പോൾ 1 കപ്പിനേക്കാളും കൂടുതൽ പൊടി കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു പൊടി കുറേശ്ശായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒട്ടും തരി പാടില്ല കേട്ടോ. ഞാൻ കൊക്കോ പൗഡർ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കപ്പിൽ. ആ ഒരു കപ്പിൽ തന്നെ പഞ്ചസാര എടുത്തുകൊണ്ടാണ് ആ ഒരു കൊക്കോ പൗഡറിൻ്റെ കളർ ഇതിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വിചാരിക്കേണ്ട എല്ലാവരും. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് തീരെ തരിയില്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആകെ വേണ്ടത് ഒരു 3/4 കപ്പ് പാലാണ്. അതിൽ നിന്ന് ഒരു 1/4 കപ്പ് ഞാൻ ആദ്യം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ബാക്കി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 3/4 ഗ്ലാസ് മതിയാവും കേട്ടോ. 1 ഗ്ലാസ് ഞാൻ എടുത്തു വെച്ചു, പക്ഷേ എനിക്ക് അത്രയും വേണ്ടി വന്നില്ല. 3/4 കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി. എന്തായാലും ആ പാൽ കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനീ പറഞ്ഞ എല്ലാ മെഷർമെൻറ്റ്സും നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് എടുക്കാം കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാം ഒരേ ഗ്ലാസ്സിൽ തന്നെ എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സായി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള പൊടിയില്ലേ, അത് കുറേശ്ശെ എടുത്തിട്ട് ഇളക്കി കൊടുക്കുക. ഒരേ ഡയറക്ഷനിൽ ഇളക്കിയാൽ മതി. ഇങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് എല്ലാ പൊടിയും കൂടി ഇടരുത്, അപ്പോൾ എല്ലാം കൂടെ കട്ട പിടിക്കും. കുറച്ചായിട്ട് എടുത്തിട്ട് ഇളക്കി മിക്സ് ആക്കുക. അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പൊടി.
ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചതിലുള്ള ബാക്കി പാലില്ലേ, ഒരു 1/4 കപ്പ് പാലല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, ബാക്കി ഒരു 1/2 കപ്പും കൂടി ഉണ്ട്. അത് ഇതിലേക്ക് ഇടയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ബാറ്റർ ഇങ്ങനെ തിക്കായി വരുന്നതിനനുസരിച്ചിട്ട് പാലും കൂടെ ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വരില്ലേ, അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഈ ഒരു സമയത്തൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയതോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല. ഓയിലൊക്കെ ചേർത്താൽ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് വരും, അത് ശരി തന്നെയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചേർക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ആ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുന്ന സമയം കൊണ്ട് അത് ചൂടായിട്ട് കിട്ടും. ഞാനിപ്പോൾ എന്നും ചെയ്യുന്ന പോലെ ഒരു ചീനച്ചട്ടീൻ്റെ അടിയിൽ ഒരു തട്ടും കൂടെ വെച്ചിട്ടാണ് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ ഒഴിച്ച് വരുമ്പോഴേക്കും അത് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. എല്ലാം കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് കളയാൻ മറക്കരുത്, അല്ലെങ്കിൽ നിറച്ച് ഹോൾസ് വരും കേക്കിൻ്റെ മുകൾ ഭാഗത്ത്. നന്നായിട്ട് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന മൂടി തന്നെ വേണം വെക്കാനായിട്ട്. മുകളിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു 30 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗ്യാസിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്തായാലും ഒരു 25-30 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒരു പ്രാവശ്യം തുറന്നു നോക്കൂ, എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് കുറച്ചുകൂടെ സമയം വെച്ച് പിന്നെ അങ്ങനെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഓവർ ബേക്ക് ആയാൽ പിന്നെ സൈഡൊക്കെ മൊരിഞ്ഞ പോലെ വരും. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് തണുത്ത ശേഷം ഇതുപോലെ പുറത്തോട്ട് എടുക്കാൻ പാടുള്ളൂ. പിന്നെ കണ്ടില്ലേ, ബട്ടർ പേപ്പർ ഉള്ള കാരണം ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല സ്മൂത്തായിട്ട് കേക്ക് കിട്ടും. മുട്ട ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ടമണം ഉണ്ടാവുന്നു എന്നുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓയിൽ ചേർത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. ഇതിപ്പോൾ ഓയിലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓയിൽ ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ ഓയിലില്ലാണ്ടും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ചോക്കോ സ്പ്രെഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് 2 ചെറിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ ചോക്ലേറ്റ് സോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്രീം വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഓയിൽ ചേർക്കാതെ മുട്ടയൊന്നും ചേർക്കാതെ ഒരു മിക്സി പോലും മിക്സ് ചെയ്യാനൊന്നും ഉപയോഗിക്കാണ്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 2 ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് ഓയിൽ ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്ലോഡ് ചെയ്യാനൊന്നും എനിക്കധികം സമയം കിട്ടാത്തതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും അതിലില്ല. ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് ഇനി ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാ കമൻസിനും ഇപ്പോൾ എനിക്ക് അങ്ങനെ റെഗുലറായിട്ട് ഉത്തരം തരാൻ പറ്റാറില്ല. കുറച്ച് ടൈം ലേറ്റായിട്ടാണെങ്കിലും ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാം കേട്ടോ. കുറച്ച് തിരക്കൊക്കെയല്ല ഇപ്പോൾ ഈ പ്രശ്നങ്ങളും, പിന്നെ വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത്. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സമയം കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഒരുപാട് പേര് എൻ്റെ കേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാറുണ്ട്. എൻ്റെ കേക്ക് എപ്പോഴും സക്സസ് ആവുന്നു, ഫസ്റ്റായിട്ട് എൻ്റെ കേക്കാണ് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് വന്നത്, ഇങ്ങനെയുള്ള കമൻസൊക്കെ വായിക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. ഈ ഒരു കമൻസൊക്കെയാണ് പിന്നെയും പുതിയ റെസിപ്പികൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക്സ്.
അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ ഒരു ക്രൈസിസിനെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ പുറത്തൊക്കെ ആരെങ്കിലും പോകുന്നത് നമ്മുടെ ശ്രദ്ധയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അതും അവരെ അറിയിക്കുക. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്രൈസിസ് അതിജീവിക്കാനായിട്ട് പറ്റുള്ളൂ. അത്യാവശ്യം കുറച്ചധികം സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വേണമെങ്കിലൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഒരാൾ മാത്രം അതിൻ്റേതായ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ എടുത്ത ശേഷം പുറത്തോട്ട് പോവുക. വരുമ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം മാത്രം അകത്തോട്ടൊക്കെ കയറുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനെക്കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ഇനി നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.